നമ്മുടെ നാട്ടിൽ എണ്ണിയാലൊടുങ്ങാത്ത ബിസിനസ്സുകളുണ്ട്. ഓരോ ബിസിനസ്സും ഒരുപാട് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലാതെ വേറെ എന്തിനാ? അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളും പലതരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നല്ലൊരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റാർബക്സിൻ്റെ കോഫി കപ്പ് കണ്ടിട്ടില്ലേ? ആ കപ്പിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ നമുക്ക് പേര് എഴുതിയിട്ടാണ് അവർ തരിക. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ. കാരണം അങ്ങനെ സ്റ്റാർബക്സ് മാത്രമേ ആദ്യം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മേ ബി ഒരുപാട് ബ്രാൻഡുകൾ അതിനെ കോപ്പി ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടാവും. ബട്ട് ഫസ്റ്റ് ബിഗിനർ എന്ന് പറയുന്നത് സ്റ്റാർബക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പ് നമ്മൾ എവിടെ കണ്ടാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ നമ്മൾ എവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാവും, ഇത് സ്റ്റാർബക്സ് ആണ്. യെസ്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ലോഗോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ ലോഗോൻ്റെ താഴെ ഒരു പേരോ അല്ലെങ്കിൽ വേറെ ഒരു ടാഗ് ലൈനോ ഒന്നും വേണ്ട, നമുക്ക് ആ ഒരു ലോഗോ കണ്ടാൽ മനസ്സിലാവും അത് ആപ്പിളിൻ്റെതാണെന്ന്. അതാണ് ഓരോ ബ്രാൻഡിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ബ്രാൻഡ് ജനങ്ങളുടെ മനസ്സിൽ പതിയണമെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് ജനങ്ങൾക്ക് വേണ്ടി ഏതോ ഒരു മാർക്കറ്റിംഗ് ചെയ്ത സമയത്ത് അതൊന്ന് ക്ലിക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കണക്ഷൻ അവർക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ബ്രാൻഡ് ജനങ്ങൾ കൂടുതലും ആലോചിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രാൻഡ് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഇപ്പോൾ എങ്ങനെ ഒരു ബ്രാൻഡായി മാറി, അതിൻ്റെ ഒരു ജേണി, അതായത് ഒരു സക്സസ് ജേണി എന്താണെന്ന് ആ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അതിലൊരു ഇമോഷണൽ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ബ്രാൻഡ് നെയിം ഒരിക്കലും ജനങ്ങൾ മറക്കില്ല. അപ്പോൾ നമുക്കറിയാം ആമസോണൊക്കെ വന്നതെന്ന് പറയുന്ന ആ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടല്ലോ, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ രോമാഞ്ചം വരെ വന്നു പോകും. കാരണം ഒന്നുമില്ലാത്തടത്തുനിന്ന് ഇന്ന് എല്ലാം വെട്ടിപ്പിടിച്ചടക്കിയ ഒരു സാമ്രാജ്യമാണ് ആമസോൺ എന്ന് പറയുന്നത്. സോ അത്രക്കും ടച്ചിങ് ആൻഡ് ഇൻസ്പയറിങ് സ്റ്റോറീസാണ് ഒരുപാട് ബ്രാൻഡുകൾ. അപ്പം അത്തരം കഥകൾ, അതായത് അത്തരം ബ്രാൻഡ് സ്റ്റോറികൾ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഗുഡ് വില്ലിന് അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതായത് അത് നല്ല രീതിയിൽ പോസിറ്റീവ് രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ബ്രാൻഡ് സ്റ്റോറി നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ ബ്രാൻഡ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സക്സസ് ജേണി എന്തൊക്കെയാണ് എന്നീ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾ മാക്സിമം അറിയിച്ചു കൊടുക്കുക. ഒരു ബ്രാൻഡ് സ്റ്റോറി ഒരു ഓഡിയൻസ് ഗ്രൂപ്പ് ഓഫ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് സ്റ്റോറിയിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ടച്ചിങ് ആയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ആ ഓഡിയൻസ് ആ ഒരു ബ്രാൻഡ് സ്റ്റോറിയും മറക്കില്ല, ആ ഒരു ബ്രാൻഡും മറക്കില്ല. ആ ബ്രാൻഡ് മറക്കാത്തിടത്തോളം കാലം ആ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിന് അത് നല്ല രീതിയിൽ ഗ്രോത്തിന് വേണ്ടി സഹായിക്കും. ഓക്കെ, സോ ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.